കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ 2021 ഉണ്ടായതിനേക്കാട്ടിലും. അതായത് എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാനായി പോകുന്നു റിസൾട്ട് വരുമ്പോൾ എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് ശതമാന കണക്ക് ഉയർന്നിരിക്കുന്ന രീതിയിലുള്ള കാര്യം. ഇതിൽ ആർക്കാണ് ഗുണകരമായി മാറുന്നത്? LDFിനാണോ UDFിനാണോ അതോ മൂന്നാം മുന്നണിയായി BJPക്ക് അത് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന ചില കണക്കുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ത്രികോണ പോരാട്ടം അത്രയ്ക്കും കടുത്ത രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം നേമമാണ്. നേമത്ത് ഒരു കടുത്ത ത്രികോണ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ പറ്റും. അവിടെ എന്താണ് മാറ്റം സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഇത്തവണ ഒരു മാറ്റം സംഭവിക്കുമോ? ഒരു അട്ടിമറി ഉണ്ടാക്കുമോ? അവിടെ BJP സീറ്റ് നേടുമോ? അതല്ല LDF ആ സീറ്റിൽ തുടരുമോ? UDFന് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമോ എന്നൊക്കെ തരത്തിലുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുമ്പോൾ നേമത്തെ ഒരു റിസൾട്ട് നോക്കേണ്ടത്, അതായത് ഒരു സർവേ റിസൾട്ട്, ഈ പറയുന്ന തോതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സർവേ റിസൾട്ട് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിയമം നോക്കുമ്പോഴത്തേക്കും, വന്നിട്ടുള്ള പല സർവേകൾ നോക്കുമ്പോഴത്തേക്കും നേമത്ത് BJPക്ക് ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോളിംഗ് ശതമാനമൊക്കെ തന്നെയും 80% മുകളിൽ പോയ നേമം മണ്ഡലത്തിൽ എന്തായിരിക്കും ഇത്തവണത്തെ ആ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണോ ഈ ഒരു പോളിംഗ് ശതമാനം ഇങ്ങനെ? അതോടൊപ്പം തന്നെ ഒരു വലിയ തോതിലുള്ള അട്ടിമറി അവിടെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം. ഏറ്റവും ലേറ്റസ്റ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും നേമത്തെ സംബന്ധിച്ചിടത്തോളം നേമത്ത് BJPക്ക് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഒരു വിജയസാധ്യത ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും 39% BJPക്ക് അവിടെ വിജയസാധ്യത കണക്ക് കൊടുത്തിരിക്കുന്നു. 36% രണ്ടാം സ്ഥാനത്ത് LDF ആണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് 25% അവിടെ UDFിൻ്റെ വിജയസാധ്യതയായിട്ട് ഈ ഒരു സർവേ റിസൾട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, അതായത് BJPക്ക് 39%, LDFന് 36%, UDFന് 25%. അതായത് വ്യക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം BJPക്ക് അവിടെ കാണുന്നു. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റ് ആവും എന്നുള്ളതും വ്യക്തമാണ്. 39%, 36%, 25%. അതായത് UDF വളരെ പിന്നിൽ പോകാനായിട്ടുള്ള സാധ്യത എന്നാണ് സർവേ റിസൾട്ട് കണക്കാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഒരു BJP LDF പോരാട്ടം തന്നെയായിരിക്കും. അവസാന നിമിഷം വരെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് സർവേ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ഒരുപടി മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് BJPക്ക് രാജീവ് ചന്ദ്രശേഖരനാണ് എന്നാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വളരെ കടുത്ത പോരാട്ടം നടക്കുന്ന നേമം BJPക്ക് അത്രത്തോളം ഒരു അടിവേരുള്ള ഒരു സ്ഥലമാണ് നേമം എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ എല്ലാ രീതിയിലുമുള്ള, അതായത് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അവിടെ നേരിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയും എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു സ്ഥലം തന്നെയാണ് നേമം എന്ന കാര്യത്തിൽ സംശയമില്ല. 2016 കയ്യിൽ കിട്ടിയ സീറ്റ് 2021 നഷ്ടമായപ്പോഴത്തേക്കും അത് തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ് 2026 രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ നേരിട്ട് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും അവിടുത്തെ ഒരു കാറ്റ് ഏത് ദിശയിലോട്ടാണ് എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ സർവേ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് BJPക്ക് അനുകൂലമാവാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാമെന്നും അതിൽ അവസാന വിജയം, അതായത് സർവേ റിസൾട്ടുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു അട്ടിമറി അവിടെ നടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് മുൻതൂക്കം ഈ പറയുന്ന നേമത്ത് കാണുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തു
വന്ന ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കണക്കുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഇടതുപക്ഷത്തിൽ നിന്നും ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം സർവേ റിസൾട്ടുകൾ പോലെ തന്നെ 3-ാം സ്ഥാനത്തും കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടുകൾ പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് UDFനും കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. പ്രത്യേകിച്ച് അവർ കേരളത്തിലുടനീളം നല്ല രീതിയിലുള്ള വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നേമം പോലൊരു മണ്ഡലം അത് BJPയിലേക്ക് പോവുക, അതോടൊപ്പം തന്നെ UDF 3-ാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്തള്ളപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ചെറിയൊരു കാര്യമല്ല. അത് വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണ് UDFനും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. യഥാർത്ഥ ജനവിധി അത് വിധി എഴുതി കഴിഞ്ഞു. ഇനി അതിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് ആർക്ക് അനുകൂല ഘടകമാകും, ആർക്ക് പ്രതികൂല ഘടകമാകും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. കണക്കുകളിൽ വ്യക്തമാണ്, അവിടെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ ഒരു അലയടിക്കൽ ഈ പറയുന്ന തോതിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല അവിടെ LDF വച്ച് പുലർത്തുന്ന ശുഭപ്രതീക്ഷ നിലനിർത്തുന്ന തരത്തിലോട്ട് ശിവൻകുട്ടിക്ക് കാര്യങ്ങൾ മാറുമോ, അതുമല്ല UDFിലൂടെ ശബരിനാഥൻ ആ സീറ്റ് വീണ്ടെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാവുന്നൊരു കാര്യം BJPക്ക് ഒരു നേരിയ മുൻതൂക്കം, അതായത് 39% മുൻതൂക്കം കാണുന്നു. വിജയസാധ്യത 36% തൊട്ടു പിന്നിൽ നിൽക്കുന്നത് LDF, 25% UDF പിന്നിലായി നിൽക്കുന്നു.